ജനവിധി വരുമ്പോൾ കണ്ണൂരിൽ ഉൾപ്പെടെ രാഷ്ട്രീയ സുനാമി ഉണ്ടാകുമെന്ന PV അൻവർ. UDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. ജനവിധിയോടെ പിണറായിസത്തിന് അന്ത്യമാകുമെന്നും PV അൻവർ പറഞ്ഞു. കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനവിധിയോടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ സുനാമി ഉണ്ടാകും. കണ്ണൂരിൽ പാർട്ടി അണികളും പ്രവർത്തകരും മൗനത്തിലാണ്. പാർട്ടിയെ രക്ഷപ്പെടുത്താൻ അവർ CPM-നെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഇത്തരം രാഷ്ട്രീയ സുനാമിയാണ് ജനവിധിയോടെ വീശിയടിക്കുക. ഇവിടെ തരംഗമുണ്ടോ എന്ന് ഇപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളും സർവേ ടീമും സംശയിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇവിടെ തരംഗമുണ്ട്, അത് അണ്ടർഗ്രൗണ്ട് തരംഗമാണ്, സുനാമിയാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരന്, ഒരു സഖാവിൻ്റെ മുഖത്തുനിന്ന് പോലും ഒരാൾക്കും അവർ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യുമെന്ന് വായിച്ചെടുക്കാൻ സാധിക്കില്ല. അത്രയും മൗനമായിട്ടുള്ള സുനാമി ഓപ്പറേഷനാണ് കണ്ണൂരിൽ നടന്നിട്ടുള്ളത്. ധർമ്മടത്ത് പിണറായി വിജയന് വൻ തിരിച്ചടിയുണ്ടാകും. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും തോൽക്കും. പിണറായിസത്തിന് ജനവിധിയോടെ അന്ത്യമാകുമെന്നും അൻവർ പറഞ്ഞു. പിണറായി എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ വ്യക്തിയെ കാലം ഇനി വരാനിരിക്കുന്ന തലമുറ പരിചയപ്പെടാൻ പോകുന്നത് ഇടതുപക്ഷത്തെ കൊണ്ടുപോയി സംഘിയുടെ കാലിൽ കെട്ടിയ ഒറ്റുകാരനായി സഖാവ് പിണറായി ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടോട് കൂടി മാറാൻ പോവുകയാണ്. നല്ല മാനാഭിമാനത്തോടു കൂടി ഇറങ്ങിപ്പോകേണ്ട ഒരു വ്യക്തി ഇത്രയും അപമാനിതനായിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ചിത്രമുണ്ടാകും. അതുപോലെയുള്ള കൊടും ചതിയാണ് അദ്ദേഹം കേരളത്തിലെ മതേതര സമൂഹത്തോടും ആ പാർട്ടിയോടും ആ മുന്നണിയോടും ചെയ്തിട്ടുള്ളത്. താൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് തളിപ്പറമ്പിലും പയ്യന്നൂരിലും UDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ചവരുൾപ്പെടെ പറഞ്ഞത്. താൻ ജയിക്കുമെന്ന് പറഞ്ഞത് വെറുതെയല്ല. മുഹമ്മദ് റിയാസ് ബെറ്റിന് തയ്യാറാണെങ്കിൽ താൻ മൊട്ടയടിച്ച് കമ്മലിടാൻ തയ്യാറാണെന്നും അൻവർ പറഞ്ഞു. കണ്ണൂരിൽ ജയരാജന്മാരുടെ അതൃപ്തിയും രാഷ്ട്രീയ കൊലപാതക കേസുകൾ അട്ടിമറിക്കാൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി നടത്തിയ BJP-യുമായുള്ള ഇടപെടലുകളും പ്രശ്നമായിട്ടുണ്ടെന്നും അൻവർ പറഞ്ഞു. ഞാൻ മുഹമ്മദ് റിയാസിനെ കോഴിക്കോട് പ്രസ് ക്ലബിലേക്കാണ് ക്ഷണിച്ചല്ലേ, എന്തിനാണ് അഗ്രിമെൻ്റ് എഴുതാൻ? ഞാൻ തോറ്റാൽ ഞാൻ മൊട്ടയടിക്കണം, അദ്ദേഹം തോറ്റാൽ അദ്ദേഹം മൊട്ടയടിക്കണം. ഞാനൊരു കമ്മലും കൂടെ ഇടാമെന്ന് പറഞ്ഞു. പുള്ളിക്ക് അതിന് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ കമ്മൽ ഒഴിവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊന്നും എനിക്കറിയില്ല. കമ്മൽ ഞാൻ പുള്ളിക്ക് ഒഴിവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അതൊരു വ്യക്തിപരമായ അധിക്ഷേപം തന്നെ അദ്ദേഹം നടത്തുന്നത്. മുഹമ്മദ് റിയാസ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന അധിക്ഷേപം എന്താ? ഒരു വ്യക്തിക്കെതിരല്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് UDF അധികാരത്തിൽ വരും എന്ന് ഇവിടെ ചർച്ച നടക്കുന്നത് UDF നേതാക്കന്മാർക്ക് പിരിവ് നടത്താനാണ്. കണ്ണൂർ താവക്കര ഹോട്ടൽ റോയൽ ഒമേഴ്സ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നിസാർ മേത്തറും പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.